അതായത് 1,00,000 ഇൻറ്റു 100 മാസം സമം 1 കോടി രൂപയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിട്ടിയുടെ വീഡിയോ എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ഇതിപ്പോ 100 മാസമാണ് കാലാവധി വരുന്നത്. അപ്പൊ ഇതില് 100 ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു മാസത്തെ സാധാ ചിട്ടി ആയതുകൊണ്ട് തന്നെ ഒരു മാസം ഒരു ലേലം നടക്കുള്ളൂ. അപ്പൊ ഒരു മാസം ഒരാൾക്കാണ് ഈ ചിട്ടി പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 100 മാസത്തിലാണ് 100 ആളുകൾക്ക് ചിട്ടി വിളിച്ചെടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ചിട്ടി 30% താഴ്ന്ന് മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 70 ലക്ഷം രൂപയും മാക്സിമം ഈ ചിട്ടിയിൽ 95 ലക്ഷം രൂപ വരെയാണ് ഈ ചിട്ടിയിൽ ലഭിക്കുന്നത്. അപ്പൊ നമ്മളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിളിക്കാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത്. അത് 100 മാസം കാലാവധിയാണ്. അപ്പൊ 100 ആളുകൾ ഉണ്ടാവും. ഇതേ 1 crore, അതായത് 1 കോടി ചിട്ടി വന്നിട്ട് കാലാവധി കുറഞ്ഞിട്ടുള്ള ചിട്ടിയുണ്ട്. അതായത് 2 ലക്ഷം വെച്ചിട്ട് 50 മാസം അടയ്ക്കുന്ന 1 കോടിന്റെ ചിട്ടിയുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ ഇതിൽ വന്നിട്ട് കാലാവധി വന്നിട്ട് 50 മാസമാണ്, സ്ഥലം വന്നിട്ട് 1 കോടി രൂപയാണ്. പക്ഷെ മാസം അടയ്ക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. കണ്ടില്ലേ? അപ്പൊ ഇത് 1 കോടിന്റെ ചിട്ടിയാണ്, ഇതും 1 കോടിന്റെ ചിട്ടിയാണ്. അപ്പൊ ഇതിൽ വന്നിട്ട് കാലാവധി 100 മാസമാണ്. അപ്പൊ 100 ആളുകൾ ഉണ്ടാവും. ഇത് അതേപോലെ തന്നെ ഇത് 50 മാസമാണ് കാലാവധി. നേരെ ഇതിന്റെ പകുതിയാണ്. പക്ഷെ അടയ്ക്കേണ്ട സംഖ്യ ഇത് 1 ലക്ഷം എന്നുള്ളത് ഇത് 2 ലക്ഷം രൂപയായി മാറി. പക്ഷെ 50 മാസം കൊണ്ട് ഇതിൽ 50 ആളുകളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 50 മാസം കൊണ്ട് ഈ ചിട്ടി തീരും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ പിന്നെയും ചില ആളുകൾക്ക് കൂടുതൽ എമൗണ്ട് അടയ്ക്കാനുണ്ടെങ്കിൽ കാലാവധി കുറഞ്ഞിട്ടുള്ള പിന്നെയും ചിട്ടിയുണ്ട്, 1 കോടിന്റെ തന്നെ. അത് വന്നിട്ട് 2.5 ലക്ഷം 2.5 ലക്ഷം ഇൻറ്റു 40 മാസമാണ് കാലാവധി വരുന്നത്. അതും 1 കോടി ചിട്ടിയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം 1 കോടിന്റെ തന്നെ പല ഡിനോമിനേഷൻ വരുന്നുണ്ട്. ഇപ്പൊ ഇതന്നെ 1 ലക്ഷം വെച്ച് 100 മാസം 1 കോടി. അതേ സ്ഥാനത്ത് ഇത് 2 ലക്ഷം രൂപ വെച്ചിട്ട് 50 മാസമാണ് കാലാവധി 1 കോടി. 2.5 ലക്ഷം രൂപ വെച്ചിട്ട് 40 മാസം കാലാവധി, വെറും 40 മാസത്തിൽ ചിട്ടി തീരും 1 കോടി. അപ്പൊ ആളുകളുടെ എണ്ണം ഇതിൽ കുറയാണ്. അപ്പൊ ഇതിൽ വെറും 40 ആളുകളെ ഉണ്ടാവുള്ളൂ. ഈ ചിട്ടിയിൽ വന്നിട്ട് 50 ആളുകൾ ഉണ്ടാവും. ഈ ചിട്ടിയിൽ 100 ആളുകൾ ഉണ്ടാവും. അപ്പോൾ മാസം സാധാ ചിട്ടിയാണ്. അപ്പൊ ഒരു മാസം 1 ലേലം നടക്കുകയുള്ളൂ. അപ്പൊ ഒരു മാസം ഒരാൾക്കേ ലഭിക്കുകയുള്ളൂ. അപ്പൊ പെട്ടെന്ന് എമർജൻസി ഫണ്ട് വേണ്ട ആളുകൾക്ക് ചിലപ്പോൾ 100 മാസത്തിന്റെ ചിട്ടിയിൽ ചേരുന്ന സമയത്ത് നിറയെ ആളുകൾ വിളിക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച മാസം ചിലപ്പോൾ ചിട്ടി കിട്ടണമെന്നില്ല. ചിട്ടി എന്ന് പറയുന്നത് ക്ഷമ നിർബന്ധമാണ്. നമ്മൾ ക്ഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പൈസ വിളിച്ചെടുത്ത് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ സാമ്പത്തിക ആവശ്യം. ചിലർക്ക് പെട്ടെന്ന് ഫണ്ട് വേണ്ടി വരും, ചിലർക്ക് പെട്ടെന്ന് ഫണ്ട് വേണ്ടാത്ത ആളുകളുണ്ടാവും. അതൊക്കെ അവരവരുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് വേണം ചിട്ടി വിളിക്കണമെങ്കിൽ. അങ്ങനെ വിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് മേൽബാധ്യതയ്ക്കുള്ള ജാമ്യം കൊടുത്ത് ആ ഫണ്ട് റിലീസ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ കാലാവധിയിൽ വ്യത്യാസം വരുന്ന സമയത്ത് എന്താണ്, അടവിലും മാറ്റം വന്നു അല്ലെ. ഇത് 2.5 ലക്ഷം വെച്ചിട്ട് 40 മാസം അടയ്ക്കുമ്പോഴാണ് ഇത് 1 കോടി വരുന്നത്. അപ്പൊ നമ്മള് മാസം 2.5 ലക്ഷം രൂപ വെച്ചിട്ട് അടയ്ക്കേണ്ടി വരും. ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ? ഡിവിഡൻഡ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുള്ളൂ. അത് നമുക്ക് ചിട്ടി ആദ്യത്തെ തവണ ഇത്രയും വരുന്നത്, 2ാമത്തെ മാസം തൊട്ട് ലേലം പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഡിവിഡൻഡ് ലഭിക്കും. അപ്പൊ ആ ഡിവിഡൻഡ് കുറച്ചിട്ടുള്ള സംഖ്യയാണ് 2ാമത്തെ മാസം തൊട്ട് ഏത് ചിട്ടിയിലാണെങ്കിൽ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇത് 2.5 ലക്ഷം രൂപ വെച്ചിട്ട് 40 മാസങ്ങൾ 1 കോടി രൂപ. അതേ സ്ഥാനത്ത് ഇത് 2 ലക്ഷം രൂപ വെച്ചൊരു മാസം അടച്ചാൽ മതി. പക്ഷെ കാലാവധി വരുന്നത് 50 മാസമാണ്, അത് 1 കോടി രൂപ. അപ്പൊ ഇതിൽ 50 ആളുണ്ട്, ഇതിൽ 40 ആളാണ് ഉള്ളത്. അതേ സ്ഥാനത്ത് അവിടെ പോയി കഴിഞ്ഞാൽ മാസം ഇത് 1 ലക്ഷം രൂപ വെച്ചിട്ട് അടച്ചാൽ മതി. പക്ഷെ കാലാവധി എത്രയാണ്? 100 മാസമാണ്, അത് 1 കോടി രൂപ. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇത്ര വിശദീകരിച്ച് പറയുന്നത് ചിട്ടയെക്കുറിച്ച് ഒരു ധാരണയും ഒരു ഐഡിയയും ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. ഇതാണ് നമുക്കിപ്പോൾ 1 കോടി രൂപന്റെ ഒരു 3 ഡിനോമിനേഷനിൽ വരുന്ന ചിട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ?